സസ്പെൻഡ് ചെയ്ത് തടിയൂരി കോൺഗ്രസ്. ഇതോടെ രാഹുലിന് MLA സ്ഥാനത്ത് തുടരാം. പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുമെന്നതിനാൽ ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉണ്ടാകില്ലെന്നാണ് വിവരം. BJPയെ ഭയന്നാണ് സസ്പെൻഷൻ നാടകം എന്നാണ് വിലയിരുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനനും അരുണാലത്തൂരും ചേരുന്നു. ആദ്യം നമുക്ക് പ്രജിത്തിലേക്ക് പോകാം. പ്രജിത്ത്, മുഖം രക്ഷിക്കൽ നടപടിയെന്നോണം ഇപ്പോൾ നിലവിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതല്ലല്ലോ നടപടി സ്വീകരിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ്. രാഹുൽ രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ച നേതാക്കന്മാരൊക്കെ 24 മണിക്കൂർ കൊണ്ട് നിലപാട് മാറ്റുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണമായത് ഒരു നിയമോപദേശം തേടിയിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ രാജിവെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യത എന്നുള്ളത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് ലഭിച്ച നിയമോപദേശം. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ BJP വിജയിക്കുമെന്ന് UDF-ൽ തന്നെ ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല, ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടൊരു പരാജയമേറ്റ് വാങ്ങേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് പോയത്. അതുകൊണ്ട് തന്നെ സസ്പെൻഡ് ചെയ്ത് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത കോൺഗ്രസ് ഇപ്പോൾ തടിയൂരുകയാണ്. ഈ വിവാദത്തിൽ നിന്ന് KPCC അധ്യക്ഷനടക്കമുള്ളവർ പറയുന്നത് ഇങ്ങനെയൊരു രാജിവെക്കുന്നതിലൊരു കീഴ്വഴക്കമില്ല എന്നുള്ളതാണ്. രാഹുലിനെതിരെ പരാതിയോ കേസുകളോ ഇല്ലെന്നും അതിനാൽ തന്നെ MLA സ്ഥാനം അദ്ദേഹം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുമാണ്. എന്തായാലും രാഹുൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാകില്ല. അദ്ദേഹത്തിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അവധിയിൽ പോകാനാണ് അദ്ദേഹത്തിനോട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിന് കാരണമായിരിക്കുന്നത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയും ആ ഉപതെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുമെന്ന UDF-ന്റെ തന്നെ വിലയിരുത്തലും കൊണ്ടാണ്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു BJP പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അതിനുശേഷം ആ പറയുന്ന രീതിയിൽ തന്നെ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വീണ്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ അലയൊലികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഒഴിവാക്കാനാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഇത്തരമൊരു നീക്കം വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് വനിതാ നേതാക്കളുടെ നിലപാടുകളാണ്. രാഹുൽ രാജിവെക്കുകയും രാഹുൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും വേണമെന്ന് ആവശ്യപ്പെട്ട ബിന്ദു കൃഷ്ണയും ഉമാ തോമസിനെയും പോലെയുള്ള നേതാക്കൾക്ക് അവർ പറഞ്ഞ കാര്യങ്ങളോട് പാർട്ടിയുടെ സമീപനം നേരെ തിരിച്ചായി പോയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പാർട്ടിയുടെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പരിധിവരെ സംരക്ഷിച്ച് നിർത്തുന്നത് തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം രാഹുലിനെതിരെ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യത്തിൻ്റെ ആരോപണം വന്നു, അതിൻ്റെ ശബ്ദരേഖകൾ തെളിവായി വന്നു. എന്നിട്ടും MLA സ്ഥാനത്ത് തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ BJP അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ രാഹുലിന് എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും ലഭിക്കാൻ അർഹതയില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായി തുടരുന്നത് എന്നുള്ളതാണ് BJP ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ രാഹുൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്താലും അതൊരു പ്രഹസനം മാത്രമാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ തന്നെയും UDF-ന്റെ തന്നെയും MLA ആയി തുടരുമെന്നുള്ളതും BJP ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ വലിയ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളും ശക്തമാകുമെന്നുള്ളതും തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഇനി രാഹുൽ ഇതിലെന്താണ് നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അതോടൊപ്പം ഒരു കാര്യം കൂടി, നിലവിലിപ്പോൾ ഈ മുഖം രക്ഷിക്കൽ തന്ത്രമെന്നോണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നാൽ പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ധാർമ്മിക ഉത്തരവാദിത്വമില്ലാത്ത ഒരു ജനപ്രതിനിധിക്ക് ഈ സ്ഥാനത്ത് തുടരാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോഴൊക്കെ കോൺഗ്രസ് നിരത്തുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ പരാതിക്കാരിയില്ല എന്നുള്ളതാണല്ലോ. ഇവർക്ക് എത്ര നാൾ ഇങ്ങനെ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയും? അത് വളരെ ബാലിശമായിട്ടുള്ളൊരു വാദമാണെന്ന് പറയേണ്ടി വരും രോഹിണി. കാരണം ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് സുവോമോട്ടോ നിയമപ്രകാരം സ്വമേധയാ കേസെടുക്കാവുന്ന ഒരു സാഹചര്യമുള്ളവയാണ്. അത് കേസെടുത്ത് അന്വേഷണം നടത്തി ആരോപണ വിധേയരായ ആളുകളുടെയും ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ബാധിക്കപ്പെട്ട പെൺകുട്ടികളുടെയും ഒക്കെ മൊഴിയെടുത്ത് പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. എന്തോ കാരണത്താൽ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. നേരത്തെ PK ശശിക്കെതിരെ കേസെടുക്കാതിരുന്ന മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ പക്ഷേ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ DGP-യോട് റിപ്പോർട്ട് തേടിയിരുന്നു. DGP ഏതെങ്കിലും രീതിയിൽ ഈ സംഭവത്തിൽ കേസെടുക്കാൻ അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരം കാര്യങ്ങൾ ഭാവിയിൽ നടക്കേണ്ടതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് രാഹുൽ നിയമസഭാംഗമായി തുടരുകയാണെങ്കിൽ, MLA ആയി തുടരുകയാണെങ്കിൽ അദ്ദേഹം സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വിവിധ പ്രവർത്തനങ്ങളിൽ വിവിധ യോഗങ്ങളിലൊക്കെ MLA എന്ന നിലയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതെ നടക്കാൻ പോലും സാധിക്കാത്ത ചില യോഗങ്ങളുമുണ്ട്.
അത്തരം യോഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന വിവിധ പരിപാടികൾ, പദ്ധതികൾ, ആലോചനാ യോഗങ്ങൾ എന്നിവയൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ അതുപോലൊരു യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള ഔന്നത്യം അല്ലെങ്കിൽ അത് ആരോപണ വിധേയനായ കളങ്കിതനായ ഒരു വ്യക്തിക്ക് പങ്കെടുക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ MLA സ്ഥാനത്തിരുന്നു കൊണ്ട് തന്റെ ഔദ്യോഗികമായിട്ടുള്ള അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ചുമതലകൾ നിർവഹിക്കുകയും അതേസമയം തങ്ങൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് തടിയൂരുകയും ചെയ്യുന്ന ഒരു കൃത്യമായി പറഞ്ഞാൽ കാതലില്ലാത്ത ഒരു കൃത്യമായൊരു ശക്തമായൊരു നിലപാട്, ശക്തമായൊരു കോൺഗ്രസിന്റെ ഒരു അടവ് നയം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രജിത്ത്, അരുൺ ആലത്തൂരിലേക്ക് കൂടി പോവുകയാണ്. അരുൺ, പാലക്കാട് അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത്. MLA സ്ഥാനത്ത് തുടരാൻ അർഹനല്ല രാഹുൽ എന്നുള്ള പ്രചാരണം തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. ഇവിടെ മുഖം രക്ഷിക്കാനായി കോൺഗ്രസ് നിലവിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയെങ്കിൽ പോലും ഒരു MLA ആയി പാലക്കാട് തുടരുന്നതിലുള്ള അതൃപ്തി ഇപ്പോൾ ജനങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. BJP അതിശക്തമായ പ്രതിഷേധവുമായി തുടർന്ന് മുന്നോട്ട് പോകും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അല്പസമയം മുൻപ് യുവമോർച്ച പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ആ മാർച്ച് പോലീസ് തടയുകയും തുടർന്ന് യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒക്കെ ഉണ്ടായി. ഏതായാലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിഷയത്തിൽ യുവമോർച്ചയുടെയും അതുപോലെ തന്നെ BJPയുടെയും ഒക്കെ തീരുമാനം. അതേസമയം തന്നെ ഈ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്കിടയിൽ ഉൾപ്പെടെ ഇതിപ്പോൾ വലിയ ചർച്ചയായി എന്ന് മാത്രമല്ല പാലക്കാട്ടെ ഓരോ വോട്ടർമാരും ചിന്തിച്ചു തുടങ്ങി. അതായത് യൂത്ത് കോൺഗ്രസിന് വേണ്ട, കോൺഗ്രസിന് വേണ്ട എന്ന പാലക്കാട്ടുകാരങ്ങ് അനുഭവിച്ചോ എന്ന നിലപാടാണ് ഈ കോൺഗ്രസിനുള്ളത് എന്നതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം. കാരണം ഈ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ VK ശ്രീകണ്ഠനും ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ പാലക്കാട്ട് ജനതയോട് ഏതെങ്കിലും തരത്തിലൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ, പ്രതിബദ്ധതയുണ്ടെങ്കിൽ പാലക്കാട്ടെ വോട്ടർമാരുടെ അവരെ ഒന്ന് കണക്കിലെടുത്തുകൊണ്ടെങ്കിലും ഈ രാഹുലിനെ MLA സ്ഥാനത്ത് രാജിവെക്കാൻ പറയേണ്ടേ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചോദ്യമായിട്ട് ഉയരുന്നത്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് ഈ രാഹുലിനെ രാജിവെപ്പിക്കാത്തത് എന്ന തരത്തിലും വിമർശനം ഉയരുന്നുണ്ട്. ഒന്ന്, ഈ രാഹുലിനെ പേടിയാണ് എന്നുള്ളതാണ്. കാരണം VD സതീശന് എതിരെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിലെ പല നേതാക്കൾക്കെതിരെയുള്ള പല കാര്യങ്ങളും രാഹുലിൻ്റെ പക്കലുണ്ട്. രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചാൽ രാഹുൽ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വിടുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണോ ഇവർ അതിന് തയ്യാറാവാത്തത് എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായിട്ടും ഉയരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഉയരുന്നത് ഉപതെരഞ്ഞെടുപ്പ്. രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും. ആ ഉപതെരഞ്ഞെടുപ്പ് പേടി കൊണ്ടാണ് അത്തരത്തിൽ രാജിവെപ്പിക്കാൻ തയ്യാറാവാത്തത് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. കാരണം ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഈ കോൺഗ്രസ് നേതാക്കൾ എങ്ങനെയാണ് പാലക്കാട്ടെ വോട്ടർമാരെ അഭിമുഖീകരിക്കുക എന്നുള്ളതും ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇവർ ഉദ്ദേശിക്കുന്നത് രാഹുലിനെ തങ്ങൾ ഈ യൂത്ത് കോൺഗ്രസിൽ നിന്നും ഒക്കെ സസ്പെൻഡ് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ തങ്ങൾ നടപടിയെടുത്തു എന്ന് വരുത്തി തീർക്കുക. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റാത്ത രീതിയിൽ കുറച്ച് ഏതെങ്കിലും 1-2 മാസമൊക്കെ ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോവുക. അതിനുശേഷം പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും. അത് കഴിയുമ്പോഴേക്കും പിന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. ഏതായാലും ഒരു മാർച്ച് മാസത്തോടെയൊക്കെ ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക എന്നുള്ളതാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. അപ്പോഴേക്കും പാലക്കാട്ടെ വോട്ടർമാരും ജനങ്ങളും ഒക്കെ ഇതൊക്കെ മറന്നു പോകുമല്ലോ എന്ന് കണക്കുകൂട്ടിക്കൂടെയാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന വിമർശനം. ഏതായാലും ഈ സംഭവത്തിൽ രാഹുലിനെ പാലക്കാട്ടെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടിലാണ് യുവമോർച്ചയും BJPയും അതുപോലെ തന്നെ ഇടത് പാർട്ടികളും ഒക്കെ ഉള്ളത്. രാഹുൽ ഏത് തരത്തിലും പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് അവർ. ശരി, അരുൺ ആലത്തൂറും പ്രജിത് മോഹനനുമാണ് വിവരങ്ങൾ നൽകിയത്.